ഷിബു മീരാൻ ഞാൻ നിലമ്പൂര് പോയപ്പോൾ ലീഗ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവരിങ്ങോട്ട് ചോദിച്ചത്, നിങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇതുപോലെ പണിയെടുത്ത് ഇതുപോലെ വോട്ട് സമാഹരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്വന്തം തെരഞ്ഞെടുപ്പെങ്കിലും കണ്ടിട്ടുണ്ടോ? പാണക്കാട് തങ്ങന്മാർ വീട് കയറി വോട്ട് ചോദിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദാ ഇവിടെ കാണുകയല്ലേ എന്നാണ് പറഞ്ഞത്. ഒപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞത്, ആര്യാടന്മാർക്ക് മരിച്ചാലും വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ പാർട്ടി പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അതുപോലെ തന്നെ പരസ്പരം നോക്കാത്ത പ്രവർത്തകരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം കാണാത്ത. പക്ഷെ അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തു, അത്യധ്വാനം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതായിരുന്നു ആത്മവിശ്വാസം. അപ്പോൾ ആ വർക്ക് UDF-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഏറ്റവും പോസിറ്റീവായ കാര്യം, അങ്ങേയറ്റം ഏകോപിതമായി ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ അത്യധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്നത് എന്ന് തോന്നുന്നോ? എന്താണ് വിലയിരുത്തൽ? തീർച്ചയായും അഭിലാഷ്, പൊതുവെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ സവിശേഷമായും LDF-ൻ്റേത് വളരെ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനവും ഞങ്ങളുടേത് കുറച്ച് അയഞ്ഞ ഒരു സംവിധാനമാണെന്ന് ഒരു നരേഷൻ കുറേ നാളുകളായിട്ടുണ്ട്. ഇത്തവണ അധികമായി സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥാനാർത്ഥി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞങ്ങളുടെ അഭിനന്ദനായ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ഹജ്ജിന് പോകുന്ന മുമ്പ് സ്ഥാനാർത്ഥി വന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി വന്ന് കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞയച്ച പാണക്കാട് തങ്ങളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന നിലക്ക് ഒരു രാഷ്ട്രീയമായ വ്യാഖ്യാനം അവിടെ വന്നു. ഞങ്ങളെക്കുറിച്ച് പണ്ടേ പറയാറുണ്ട്, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളാണ് എന്ന്. അങ്ങനെ ഉണർന്നാൽ പിന്നെ ഞങ്ങളുടെ അലർച്ചയെ നിങ്ങൾ പേടിച്ചാൽ മതി, പക്ഷേ മുറിവേറ്റ സിംഹത്തിൻ്റെ നിശ്വാസങ്ങളെ പോലും നിങ്ങൾ പേടിക്കണം എന്നൊരു ഉറുദു കവിതയുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ ലാഭമുണ്ടായപ്പോഴും നഷ്ടമുണ്ടായപ്പോഴും ഉണ്ടാക്കിയെടുത്തൊരു സൽപ്പേരുണ്ട്. കൂടെ നിന്നവരാരും ആവട്ടെ, അവരുടെ കൂടെ ഞങ്ങൾ ചങ്ക് പറിച്ചു കൊടുത്ത് നിന്നിട്ട്, അത് ഞങ്ങളുടെ ഒരു ലെഗസിയാണ്, ഞങ്ങളുടെ ഒരു അഭിമാനമാണ്. ആ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ചില നീക്കങ്ങൾ ഉണ്ടായപ്പോൾ പതിവിൽ കവിഞ്ഞ ഒരു ശ്രദ്ധ, പതിവിൽ കവിഞ്ഞ ഒരു പ്രവർത്തനം ഞങ്ങൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അഭിനന്ദനായ ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ UDF-നോടൊപ്പം ഒരു ടീമായി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇതാ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനുകൂലമായ വേറെ കുറേ ഘടകങ്ങൾ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ അവസരം എത്ര സമയമുണ്ടെന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാനതിലേക്ക് കിടക്കാത്തത്. സമയത്തിൻ്റെ അഭിലാഷിൻ്റെ എടുക്കും. എന്തായാലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആ ഒരു ലെഗസി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. പാണക്കാട്ടെ തങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ കൂടെ നിൽക്കുന്നവരോടുള്ള ഞങ്ങളുടെ അചഞ്ചലമായ ആ കൂറ് മുറിവേറ്റ ജാഗ്രതയോടെ നിലമ്പൂരിൽ നിലയുറപ്പിച്ച് ഞങ്ങൾ ഒരു വട്ടം കൂടി കേരള രാഷ്ട്രീയത്തിൽ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന UDF എന്ന ഈ മുന്നണി തികഞ്ഞ കൃത്യമായൊരു രാഷ്ട്രീയ വിജയം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഞങ്ങൾക്ക് ഊർജം പകരുന്ന, ആവേശം പകരുന്ന, എന്നാൽ ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമാക്കുന്ന ഈ വിജയത്തെ ഞങ്ങൾ ആ നിലയിൽ തന്നെ ആവേശത്തോടെ ഏറ്റെടുക്കുകയാണ്. അഭിലാഷ്. ശരി.